നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. വളവന്നൂർ അല്ലോട്ട് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സദസ്സ് വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. തന്ത്രിയുടെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകളും വഴിപാടുകളും നടന്നു. ഓട്ടം തുള്ളൽ, കൈകൊട്ടിക്കളി, മയ്യേരിച്ചിറ, കലാത്മക നൃത്ത കലാലയം അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, നാടൻപാട്ട്, ഭക്തിഗാനസുധ, തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി തുടങ്ങി വിവിധ കലാപരിപാടികൾ നടന്നു. കെ. സുരേഷ് അധ്യക്ഷത വഹിച്ചു. എം.വി. സുധാകരൻ, സി.പി. മുഹമ്മദ്, പഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുൽ വഹാബ് ചോമയിൽ, ടി. നഫീസു, ഷറഫുദ്ദീൻ കുന്നത്ത്, സൽഫ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ക്ഷേത്ര നവീകരണ പ്രവൃത്തിയിലേക്ക് അന്നദാനത്തിലേക്കും സംഭാവന നൽകിയ കോണിക്കൽ സുരേഷ്, നാരായണൻ കോട്ടൂർ എന്നിവരെ പഞ്ചായത്ത് പ്രസിഡന്റ് ആദരിച്ചു. ജാതിമത ഭേദമന്യേ നിരവധി ആളുകൾ പങ്കെടുത്ത സമൂഹ സദ്യ നാടിന്റെ സ്നേഹവും ഐക്യവും ഊട്ടിയുറപ്പിച്ചു. നമ്മുടെ സാംസ്കാരിക സദസ് ആരംഭിക്കുകയാണ്. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. കുറേ വർഷം മുമ്പ് ജീർണാവസ്ഥയിലായ ഒരു ക്ഷേത്രമായിരുന്നു നമ്മുടെ അല്ലോട്ട് ദുർഗാദേവി ക്ഷേത്രം. പിന്നീട് ഭക്തരുടെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് 2004 നമ്മളൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ വളരെയധികം സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട്. ഈ ഒരു ചടങ്ങിലെ സദസ്സിലേക്ക് നോക്കുമ്പോൾ കണ്ണിനെ കുളിർമ തോന്നുകയാണ്. കാരണം മറ്റു പ്രദേശങ്ങളിൽ വ്യത്യസ്തമായി നമ്മുടെ പ്രദേശത്ത് ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന ചടങ്ങ് നടക്കുമ്പോൾ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും സംഗമിക്കുന്ന ഈ ഒരു സദസ്സ് നമുക്ക് മാത്രമേ ലഭ്യമാകൂ. അതിൽ നമ്മൾ അഭിമാനം കൊള്ളേണ്ടതുണ്ട്. അതിന് മറ്റു സംസ്ഥാനത്തിന്, മറ്റു ജില്ലക്കൊക്കെ മാതൃകയാണ് നമ്മുടെ കേരളവും നമ്മുടെ മലപ്പുറം ജില്ലയും. ഇവിടെ സ്വാഗത പ്രഭാഷണത്തിലും അധ്യക്ഷ ഭാഷണത്തിലൊക്കെ പറഞ്ഞു, ഇവിടുത്തെ മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണം നമുക്ക് കിട്ടുന്നു എന്നുള്ളത്. ഒരു ക്ഷേത്രത്തിലെ പരിപാടി, ഒരു പള്ളിയിലെ പരിപാടി നടക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മുടെ പ്രദേശത്തെ ഹൈന്ദവ സുഹൃത്തുക്കളും മുസ്ലിം സുഹൃത്തുക്കളും അതേപോലെ ക്രിസ്തു മതവിഭാഗക്കാരും എല്ലാവരും സഹകരിച്ച് തോളോട് തോൾ ചേർത്ത് നിന്ന് മറ്റുള്ളവർക്കൊക്കെ മാതൃക കാണിച്ചു കൊടുക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ദിന ആഘോഷ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഈ സംഘാടക പ്രവർത്തകരോടും ഇതിൻ്റെ വളർച്ചയ്ക്കും വേണ്ടി ഇതുവരെ ചെയ്തു കൊടുത്തിട്ടുള്ള അല്ലോട്ട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിൻ്റെ ദിവസമാണ് ഇന്ന്. 2018 ക്ഷേത്രം പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ് 9ാമത്തെ ദേവിയുടെ പിറന്നാളാണ് ഇന്ന് ആഘോഷിക്കുന്നത്. ഈ വേളയിൽ എല്ലാ ഭക്തർക്കും ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ പ്രതിഷ്ഠാ ദിനം വളരെ ഭംഗിയാക്കാൻ വേണ്ടി ഈ പ്രദേശത്തെയും ഇതിൻ്റെ പരിസരത്തുള്ള എല്ലാ ഭക്തരും നാട്ടുകാരും ഇതിന് വളരെയധികം സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി പറയുകയാണ്. ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് കമ്മിറ്റി രൂപീകരിച്ചു 2004. അതിനുശേഷം ഞങ്ങൾ നിരന്തരമായിട്ടുള്ള പ്രവർത്തനത്തിൽ കൂടെ 2018 പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടത്തിയത്. അതിനുശേഷം 9ാമത്തെ പ്രതിഷ്ഠാദിനമാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. 2 ദിവസമായിട്ട് നടത്തുന്ന ഈ പ്രതിഷ്ഠാദിനാഘോഷം അത് ദേവിയുടെ ഉത്സവമാണ്. കാരണം ദേവി ചൈതന്യം ഉയർത്തുന്നതിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്, ഈ നാട്ടിലും അടുത്ത പ്രദേശത്തൊക്കെ തന്നെ ജനങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്സവം പൂജയാണ് ഇവിടെ നടക്കുന്നത്. നാട്ടിലെ ഇതര മതസ്ഥരും, അതായത് എല്ലാ സമൂഹവും ഒത്തുചേർന്നാണ് ഈ പരിപാടി സഹകരിച്ച് കൊണ്ടുപോകുന്നത്. ഇതിൽ കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ പരിപാടിയോടുകൂടി ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ധാരാളം ആൾക്കാർ അവരുടെ സാമ്പത്തികമായിട്ടായാലും
പിന്നെ സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലോട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രമുറ്റത്താണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഉള്ളത്. കാലം കാത്തിരുന്ന, എപ്പോഴും ഓർക്കുന്ന സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ചിഹ്നങ്ങളായിട്ടുള്ള ഒരു സൗഹൃദ വേദിയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എല്ലാവരും കൂടി എല്ലാ വർഷവും ഇതുപോലുള്ള പരിപാടികൾ നടത്താറുണ്ട്. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പഴയ കാലത്തുണ്ടായിരുന്ന ആ സൗഹൃദത്തെ നമ്മൾ വീണ്ടെടുക്കുകയാണ്. അത് തീർച്ചയായും അല്ലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടക്കാറുണ്ട്. വളരെ സന്തോഷമുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് ഒന്നേ ഉള്ളൂ, അത് വാങ്ങാൻ കിട്ടില്ല. സമാധാനവും ശാന്തിയോടുകൂടി മനസ്സും കോർത്തിനു വേണ്ടി എല്ലാവരെയും ഒറ്റക്കെട്ടായി കൊണ്ടൊരു അമ്മ പെറ്റ മക്കളെ പോലെ നാം കാണുക. അത് ഈ ഗ്രാമികയിൽ, ഈ ഗ്രാമത്തിൽ എപ്പോഴും അത് കാണാറുണ്ട്. ഇത് തന്നെയാണ് ലോകം വിളിച്ചോന്നത്. ശാന്തി, സമാധാനം, സുന്ദരമായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ ഇത്തരത്തിലുള്ള വേദികൾ നമ്മളെ സഹായിക്കട്ടെ. മീഡിയ ന്യൂസ് തിരു